നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിനായി 1.25 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി 4-5 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറയാം. നമ്മൾ ആദ്യം ഈ ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എല്ലാ മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൈരും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നെയ്യിൽ ഇത് വറുക്കണം. റേസൻ, കാഷ്യൂ, സവാള ഇത്രയും നമുക്ക് വറുത്തെടുക്കണം. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, എന്നിട്ട് കറിവേപ്പില, 4 സവാള ചെറുതായി അരിഞ്ഞത്, 2 മീഡിയം തക്കാളി, 1 പിടി മല്ലിയില, പുതിന ഇല 2 ഒരേ ക്വാണ്ടിറ്റിയിൽ, പിന്നെ സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, നെയ്യ്, സ്പൈസസ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഗരം മസാലപ്പൊടി, ലേശം മുളക് പൊടി. ഇത്രയും മതി ഈ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഒരു സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കാം. പാത്രം ചൂടാകട്ടെ. ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യ്, 6 kg നെയ്യ്. ഈ നെയ്യാണ് ഉപയോഗിക്കുന്നത് ഞാൻ. നെയ്യൊന്ന് ചൂടാകട്ടെ. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് റൈസിനിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഒരുപാട് മൂക്കണ്ട, നമുക്ക് കോരി മാറ്റാം. ഓയിൽ കാഷ്യൂ ഫ്രൈ ചെയ്ത് മാറ്റാം. കാഷ്യൂ നമുക്ക് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ബാക്കി വന്ന നെയ്യിൽ നമുക്ക് സവാള ഫ്രൈ ചെയ്തിടാം. അര ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഫ്രൈ ചെയ്താൽ നല്ല മൊരിഞ്ഞ് കിട്ടും. എല്ലാം കൂടെ ഉള്ളിയൊക്കെ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം. ഉള്ളിയൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെ നമുക്ക് വീണ്ടും സ്റ്റവ് കത്തിച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ചൂടാക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റാം.
ഉപ്പിൻ്റെ കണക്കൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. ഇനി ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുന്നു. ചെറുതായി ഒന്ന് വാടുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില പേസ്റ്റാക്കി ഇവിടെ ചേർക്കാം. അത് ഈ ഓയിലൊന്ന് മൂപ്പിക്കാം. എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റാം. ചെറുതായി ഒന്ന് വഴലുമ്പോൾ 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും ജീരകവും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അതും കൂടെ ചേർത്ത് അത് ഓയിലൊന്ന് മിക്സ് ചെയ്യും. എല്ലാം കൂടെ ചേർത്ത് എല്ലാം ചെറുതായി ഒന്ന് വഴന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി ചേർക്കാം. അടച്ചു വെച്ച് നമുക്കൊന്ന് വഴറ്റാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവിനായി ടീസ്പൂണ് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അത് വെള്ളപ്പൊന്ന് മിക്സ് ചെയ്യും. നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇപ്പോൾ ചേർക്കാം. ചേർത്ത് ഓയിലൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്യും. നമുക്ക് ഈ ഉള്ളിയിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കനും തൈരും കൂടെ മിക്സ് ചെയ്ത് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യും. നമുക്ക് ഒരു പിടി പുതിനയിലയും ഒരു മല്ലിയിലയും ചേർക്കാം. ബാക്കി ലാസ്റ്റ് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു തിള വലിയുന്നവരെ വേവിച്ച ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം വരുന്നുണ്ട്. നല്ല മണം വരുന്നു. ഈ സമയം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം പാത്രം കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്യും.
അടച്ചു വെച്ച് നമുക്കൊരു 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഒരു തിള വന്ന ശേഷം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വെള്ളത്തിലിടാം. അതിനായി ടിൽഡ അരിയാണ് ഞാൻ, ബസ്മതി അരി 2.5 ഗ്ലാസ് അരിയാണ് വേണ്ടത്. നമുക്ക് കുതിരാനായി കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ വെള്ളത്തിൽ കുതിരട്ടെ. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് ചോറുണ്ടാക്കാം. നമുക്ക് പാത്രത്തിൻ്റെ അടക്കം നോക്കാം. ചിക്കനൊക്കെ വെന്ത് കുറുകിയിട്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾ റൈസിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അടച്ചു വെച്ച് അത് മാറ്റാം. നമ്മൾ അരിയെല്ലാം കഴുകി 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം ഒരുവിധം തോന്നിയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് വെച്ച് സ്റ്റൗ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, എല്ലാം ചേർത്തൊന്ന് ചൂടാക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് 3 ബേ ലീവ്സ്, പട്ട, തക്കോലം, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, ഇത്രയും സ്പൈസസ് ചേർക്കാം. ഒന്ന് മൂക്കട്ടെ. സ്പൈസസ് മൂക്കുമ്പോൾ അതിൽ കുറച്ച് നല്ല അതിലേക്ക് റൈസ് ചേർക്കാം. അഞ്ചാറ് വെള്ളത്തിൽ കഴുകി വെച്ചിരുന്ന റൈസാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉപ്പും ഇതോടൊപ്പം ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് വറുക്കാം. നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കാം. ഇത് പകുതിയാണ്, ബാക്കിയും കൂടെ ഒഴിക്കാം. എല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിം ആക്കി ഒന്ന് ഇളക്കി കൊടുക്കും. ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം.
ഉപ്പൊന്ന് നോക്കാം. ഈ സമയം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് കുറവുപോലെ തോന്നി. ഇനി ചിക്കനിൽ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിരിക്കും. തിള വന്ന ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തുറന്ന് നോക്കാം. കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കും. അടപ്പൊന്ന് തുറക്കാം. ചോറൊക്കെ വെന്ത് വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സ്പൈസസ് ഒക്കെ നമുക്ക് എടുത്ത് കാണാം. കുറച്ച് ചോറെടുത്ത് മാറ്റാൻ നമുക്ക്. ചിക്കനൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട്. അത് നമുക്കിതിൽ കുറച്ച് നെയ്യ് ചേർക്കാം. നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ എടുത്ത് മല്ലിയില ചേർക്കാം. ഇല ചേർക്കാം. ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ട്. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയത്, മിൽക്കിൽ, അതും കൂടെ എൻ്റെ മുകളിൽ ഒഴിക്കാം ഒരു നിറത്തിനായി. നമ്മളല്ലാത്ത കളറൊന്നും ഉപയോഗിക്കുന്നില്ല. ലാസ്റ്റ് 1 സ്പൂൺ റോസ് വാട്ടർ.
കുറച്ച് നെയ്യ് മുകളിൽ. ഇത്ര റെഡിയാക്കി നമുക്ക് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് അടച്ച് വെച്ച് ദമ്മിനിടാം. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. അടപ്പൊന്ന് തുറക്കാം. ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി റെഡി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ബിരിയാണി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. നമുക്കിത് സൈഡിൽ നിന്ന് വിളമ്പാം. ചിക്കൻ ബിരിയാണി റെഡി.